നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സന്ദീപിനോട് പോലും. എന്തൊക്കെ പറഞ്ഞാലും അർച്ചന ചേച്ചി എന്റെ കൂടെപ്പിറപ്പാ. പക്ഷെ അതിനേക്കാളൊക്കെ വലുത് ഇപ്പൊ എനിക്കെന്റെ കുഞ്ഞ. ഓരോ ദിവസം കഴിയുന്തോറും അവൾ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാ ഞാൻ പിന്നെ എന്റെ കുഞ്ഞിനെ ആരും അല്ലാതായി തീരും. അച്ചു ചേച്ചി ഇല്ലാതെ അവക്ക് ജീവിക്കാൻ വയ്യാതെ വരും. ഏട്ടത്തി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആലോചിക്കും തോറും എനിക്ക് സമാധാനം പോകുന്നതല്ലാതെ ഒരു തരത്തിലും സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. നീ അതിനിങ്ങനെ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. അതിരെ നിന്റെ കുഞ്ഞല്ലേ, നീ നൊന്ത് പ്രസവിച്ച നിന്റെ കുഞ്ഞ്. ഇപ്പൊ അർച്ചന ഇങ്ങനെയൊക്കെ കാണിക്കുന്നു വെച്ച് നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇനി നീ പ്രതികരിച്ചില്ലെങ്കിലേ നിന്റെ കാര്യം പോക്ക. കുഞ്ഞു വളരുന്നതോടെ അവള് നിന്നിൽ നിന്നും അകലം പാലിച്ചു തുടങ്ങും. ഞാൻ വീണ്ടും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനിയും നീ മിണ്ടാതിരുന്ന ഇപ്പൊ നീ ഭയക്കുന്നത് തന്നെ സംഭവിക്കും. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയുക. അത് നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ആ ബുദ്ധിമുട്ട് നീ ഇപ്പം മറന്നില്ലെങ്കിൽ നിന്റെ കുടുംബം, അതായത് നീയും സന്ദീപും കുഞ്ഞും അടങ്ങുന്ന കുടുംബം 3 പിരിയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പറ്റില്ല എന്നുള്ളത് പറ്റില്ല എന്ന് തന്നെ പറയണം. അതിരെ പറയുന്ന നേരത്തുള്ള പ്രയാസേ കാണൂ. അത് പറഞ്ഞു കഴിഞ്ഞാ നഷ്ടമായ സമാധാനവും സന്തോഷവും ഒക്കെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് നിന്റെ കുഞ്ഞിന്റെയും ജീവിതം. അത് വെച്ച് നീ കളിക്കരുത്. നിന്റെ ചേച്ചി തന്നെയല്ലേ, നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ ആ മുഖത്ത് നോക്കി തന്നെ പറയണം. ആദ്യം ചിലപ്പോ അർച്ചനയ്ക്ക് വിഷമായി എന്നൊക്കെ വരും. പിന്നെ അർച്ചനയ്ക്ക് തന്നെ മനസ്സിലാവും നീ പറയുന്നതാ ശരിയെന്ന്. അല്ലെങ്കിൽ തന്നെ അർച്ചനയ്ക്ക് ഇത്ര വിഷമം വരാൻ എന്തിരിക്കുന്നു? അവള് പ്രഗ്നന്റ് ആയിട്ട് പോലും ഇല്ലല്ലോ. പക്ഷേ ഞാനങ്ങനെയല്ല. ഒരു തവണ പ്രഗ്നന്റ് ആയതും എനിക്ക് വിധിച്ചിട്ടില്ലാത്തതിനാൽ അത് നഷ്ടപ്പെട്ടു പോയതുവാ. അപ്പോ എന്നേക്കാൾ സ്നേഹം അർച്ചനയ്ക്ക് കുഞ്ഞിനോട് തോന്നേണ്ട കാര്യമില്ല. ഞാനും കുഞ്ഞിനെ എടുക്കാറും ലാളിക്കാറും ഒക്കെ ഉണ്ട്. അത് വല്യമ്മയായിട്ട് നിന്നുകൊണ്ട് തന്നെയാ. അല്ലാതെ അമ്മയായി നിന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടല്ല സ്നേഹം കാണിക്കേണ്ടത്. എല്ലാ അമ്മമാരെയും പോലെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിച്ചും താലോലിച്ചും നീ നടക്കണോ? അതോ അമ്മയെ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് വല്യമ്മ കുഞ്ഞിനെ നോക്കുന്നുവെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് ആതിരെ തന്നെ തീരുമാനിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.